നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ എത്ര കഴിച്ചാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടാത്ത ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ഹെൽത്തിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോളം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, അതിൻ്റെ ഒരു പകുതി പീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കണ്ട അരയ്ക്കുമ്പോൾ. അപ്പോൾ അരയ്ക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട, എത്രയോളം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു പാനിലോട്ട് മാറ്റാം. ഒരു ചൂട് കട്ടിയുള്ള പാനിലോട്ട് ഒഴിച്ചിട്ട് അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആദ്യത്തെ 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഈ 10 മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഒരു കുറുകിയ പരുവായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്കും, ഒത്തിരി തണുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിയുമ്പോഴേക്കും നമുക്കതൊരു സ്ട്രെയിനറിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ കേടാകാതെ ഇരുന്നുള്ളൂ. അപ്പം നമുക്ക് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ സോസ്. അപ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അത് കേടാകാതെ ഇരുന്നോളും. നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ.